ഹാപ്പി വിഷു. ഇന്ന് ഞങ്ങൾ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോവാണ് വിഷു സെലിബ്രേറ്റ് ചെയ്യാൻ. നമുക്കിവിടെ മൺഡേ ആയിരുന്നല്ലോ വിഷു. അപ്പോൾ മൺഡേ ആയതുകൊണ്ട് തന്നെ മൺഡേ സ്കൂളും ഓഫീസും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ സൺഡേ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു വിഷു. അപ്പോൾ ഞങ്ങൾ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലെല്ലാവരും കൂടി ഒത്തുകൂടിയിട്ട് നമുക്ക് പോട്ട്ലക്ക് സദ്യ ആയിരുന്നു കേട്ടോ. പോട്ട്ലക്ക് സദ്യ എന്ന് പറയുമ്പോൾ ഭയങ്കര സൗകര്യമാണ്. കാരണം ഒരാൾ തന്നെ എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. 1-2 വിഭവങ്ങൾ ആൾക്കാർ ഉണ്ടാക്കി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്കൊരു അടിപൊളി സദ്യ തന്നെ കഴിക്കാൻ പറ്റും. അങ്ങനെ ഉച്ചയായപ്പോൾ നമ്മളെല്ലാവരും ഒത്തുകൂടി സദ്യയൊക്കെ വിളമ്പി സദ്യയൊക്കെ കഴിച്ചിട്ട് പിന്നെ കുറച്ച് നേരം ക്ഷീണമാണ്. കാരണം നല്ല പായസവും സദ്യയും ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും വയ്യാതെയാവും. അങ്ങനെ കുറച്ച് നേരം അവിടേക്ക് ഇരുന്ന് സംസാരിച്ച് കഥയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ കുട്ടികൾക്കും ഭക്ഷണമൊക്കെ കൊടുത്തു. അതിനുശേഷം പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുക്കാം. എന്തായാലും ഒരുങ്ങിയൊക്കെ വന്നതാണല്ലോ, വിഷു ആണല്ലോ. അപ്പം നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു. ഫോട്ടോസ് എടുത്ത ശേഷം ഞങ്ങൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി. ഇത് പിറ്റേ ദിവസം കേട്ടോ, പിറ്റേ ദിവസം വിഷുവിൻ്റെ അന്ന് രാവിലെ ഓഫീസും സ്കൂളും ഒക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോൾ ഞാനും തൻവിയും കൂടി തൊട്ടടുത്ത അമ്പലമുണ്ട്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. ഗുരുവായൂരപ്പൻ്റെ അമ്പലമാണ്. അവിടെ വിഷു ആയതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, വൈകുന്നേരം ആയപ്പോൾ എല്ലാവരും ഫ്രീ ആയല്ലോ, കാരണം അന്ന് വർക്കിംഗ് ഡേ ആയിരുന്നു. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും നല്ല തിരക്കുണ്ടായിരുന്നു. അമ്പലത്തിൽ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല അവിടെ പിന്നെ കൾച്ചറൽ പരിപാടികളും കുറച്ച് കലാപരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. കൈകൊട്ടിക്കളിയും അതുപോലത്തെ ഭരതനാട്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വൈകുന്നേരം തിരിച്ച് വീട്ടിലെത്തിയ ശേഷം നമുക്കിവിടെ പടക്കമൊന്നും പൊട്ടിക്കാൻ പറ്റില്ല, കാരണം അതിന് അതിൻ്റേതായ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് പൂത്തിരിയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പൂത്തിരിയൊക്കെ വെച്ച് കത്തിച്ച് ആഘോഷിക്കുകയായിരുന്നു, ചെറുതായിട്ട് നാട്ടിലെ പോലെ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീണ്ടും ഒരു ഹാപ്പി വിഷു.